ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് സമൂസ എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് സമൂസ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് പോർഷനും അതുപോലെ എല്ലും എല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എഗ് സമൂസ എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസയുടെ റെസിപ്പി തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പ് ചിക്കൻ സമൂസയുടെയും അതുപോലെ വെജ് സമൂസയുടെയും ഒക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണുന്നുള്ളവർ കണ്ടു നോക്കാം. ഇപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം അളവിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒന്നും അളവ് കൂടിപ്പോകേണ്ട ആവശ്യമില്ല, കൂടിപ്പോയാൽ നന്നായിട്ട് വരില്ല. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം, പക്ഷേ ഓവറായിട്ട് ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് 1 സവോളയാണ് എടുത്തിരിക്കുന്നത്. നല്ല ചെറുതായിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി സവാള കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡാവണ വരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 പച്ചമുളക് നല്ല ചെറുതായിട്ട് തന്നെ ഒന്ന് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സമൂസ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറും. ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ കിട്ടും ഇതിന്. കണ്ടില്ലേ, ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു രീതിയിൽ. ഇപ്പോൾ ആവശ്യത്തിന് തന്നെ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ്, പക്ഷേ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിലും ഉപയോഗിക്കട്ടെ, ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുന്നുള്ളൊരു കണ്ട് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ അളവൊന്നും കൂടിപ്പോണ്ട, പൊടികളൊക്കെ ഇത്ര തന്നെ മതി. മസാലയൊക്കെ ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തന്നെ. ഇനിയാണ് നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. അത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി, അതായത് ഈ മസാലയായിട്ടൊന്ന് യോജിച്ച് വരണം, അത്രേ തന്നെ മതി. ഒരുപാട് സമയം ഇത് ഇളക്കിയതിന് ശേഷം ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ ക്വാണ്ടിറ്റി എന്നുണ്ടെങ്കിലും കുറച്ച് കൂടുതൽ തന്നെ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ 1 ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 1 വലിയ ഉരുളക്കിഴങ്ങിൻ്റെ അത് തന്നെ മതിയാവും. ഉരുളക്കിഴങ്ങ് ഒരുപാട് അളവിൽ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എഗ്ഗിൻ്റെ ടേസ്റ്റ് ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല. ഞാൻ ഇത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ചെറിയ കഷ്ണങ്ങളൊക്കെ പോലെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ തവിയുടെ ബാക്ക് ഭാഗമൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. പക്ഷേ എല്ലാം ഒരുമിച്ച് മാഷ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കണം തന്നെയായിരിക്കും, നന്നായിട്ട് തന്നെ വരാം. കണ്ടില്ലേ, ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരണം, അത്രേ തന്നെ മതി. പിന്നെ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കണം. മല്ലിയില മുറിച്ചത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർക്കുക. ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ ഈ ഒരു സമൂസയ്ക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് മതി, ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ സമൂസ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു മൈദയുടെ ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ മുതൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ മതിയാവും കേട്ടോ വെള്ളം. അതിനുശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കുറച്ചൊരു ലൂസായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം, അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് വരിക.
ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സമൂസ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ സമൂസ ഷീറ്റ് വീട്ടിൽ തയ്യാറാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ പിൻഡ് കമൻ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ ബാക്കി സമൂസകളുടെ റെസിപ്പീസ് എല്ലാം തന്നെ അതിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. കണ്ടില്ലേ? അതിനുശേഷം ഇതുപോലെ ഒരു കോണിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് അതിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഒരെണ്ണം കൂടിയും കാണിക്കാം. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മിക്സ് തണുത്ത് വന്നിട്ടുണ്ട് ആവശ്യത്തിന് തന്നെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഒരുപാട് കുത്തി നിറച്ച് വെച്ച് കൊടുക്കണ്ട, എന്നാലും അത്യാവശ്യത്തിന് ഫില്ലിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ തന്നെ ആയിരിക്കും ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയായിട്ട് തന്നെ വരും നമ്മൾ എടുക്കണ സമൂസ ഷീറ്റിനനുസരിച്ച്. അപ്പോൾ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ സമൂസ ഷീറ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ മതി. റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റി നമ്മളെപ്പോഴും വീട്ടിൽ തയ്യാറാക്കുന്നത് തന്നെയായിരിക്കും. ഇനി ഈ ഒരു രീതിയിൽ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ എൻഡ് വരണ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു മൈദയുടെ പേസ്റ്റ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് തുറന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉള്ളിലേക്കൊക്കെ ഒരുപാട് എണ്ണ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒട്ടിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കണവരാണെന്നുണ്ടെങ്കിലാണ് ഞാൻ ഇതുപോലെ പറയുന്നത്. സ്ഥിരമായിട്ട് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ അപ്പോൾ കണ്ടില്ലേ, ഇത് ഈ ഒരു ഭാഗത്തും ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അത് ഇരുന്നോളും. ഫോൾഡ് ചെയ്തത് കറക്റ്റായിട്ട് വന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഒട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം പിന്നെ എല്ലാം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാൻ എല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഒരുപാട് ക്രൗഡഡായിട്ട് ഇട്ട് കൊടുക്കണ്ട, എന്നാലും പാനിൽ കൊള്ളണ ആ ഒരു രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂട് വേണം, അതിനുശേഷം മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഫ്രൈ ആയിട്ട് വന്നാൽ മതിയല്ലോ, ഉൾഭാഗമൊക്കെ ഓൾറെഡി കുക്കായിട്ട് വന്നിട്ടുള്ളത് തന്നെയാണല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്ത് വെക്കാം. അതായത് ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാം. അതായത് ഓരോ സമൂസയുടെയും ഇടയിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ ഒട്ടി പിടിക്കില്ല. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്കത് തയ്യാറാക്കിയാൽ മതി. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ പ്രത്യേകിച്ച് നോമ്പിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഫ്രോസൺ സമൂസ ഷീറ്റാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി, അതായത് നനച്ചെടുത്തതിന് ശേഷം പിഴിഞ്ഞെടുത്ത ഒരു തുണി വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി അവസാനമൊക്കെ ആകുമ്പോഴേക്കും അത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല, ഒടിഞ്ഞൊടിഞ്ഞ് പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടെ. നമ്മൾ വീട്ടിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കണതാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സമൂസ ഷീറ്റ് ആണെന്നുണ്ടെങ്കിലും നല്ല തിന്നായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസ ഷീറ്റിൻ്റെ റെസിപ്പി തന്നെയായിരുന്നു. ഒരുപാട് പേര് തയ്യാറാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പി തന്നെയായിരുന്നു അതെന്ന് പറയണത്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ട് കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ? ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 2 ഭാഗവും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിപ്പോൾ കോരി മാറ്റിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ ബ്രാൻഡ് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ, അതായത് സമൂസ ഷീറ്റിൻ്റെ ബ്രാൻഡ് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ കാണിച്ചു എന്നുള്ളൂ. ഫ്രോസൺ സമൂസ ഷീറ്റ് ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാമെന്ന് മാത്രം. ശരിയല്ലേ? മറ്റേതാകുമ്പോൾ അത് തയ്യാറാക്കാനും കൂടി കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ 2 സമൂസ തയ്യാറാക്കിയ സമയത്തും വീട്ടിൽ സമൂസ ഷീറ്റ് തയ്യാറാക്കിയതിന് ശേഷമായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം തയ്യാറാക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ സമൂസയും. അപ്പോൾ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയുടെ കൂടെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിക്കാം, അല്ലെങ്കിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ കഴിക്കാം. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും, പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി വീണ്ടും കാണാം.